എയർ റൈറ്റഡ് ആണ്. ചുരുളിയൊക്കെ പോലെ തെറികളെല്ലാം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു വളരെ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു പടമാണ്. 50ഓളം പുതുമുഖങ്ങൾ അഭിനയിച്ച ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യന്മാരും ടാലന്റഡ് ആണ്, പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഇത്രത്തോളം പുതുമുഖങ്ങൾ ചെയ്ത രീതിയിൽ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. തിയേറ്ററിൽ കുഴപ്പമില്ല. അപ്പോൾ കാണുന്നവർക്ക് ഇങ്ങനത്തെ ഡ്രഗ് മേക്ക് ചെയ്യുന്ന മെത്തംഫെറ്റമിൻ എന്ന് പറഞ്ഞ ഡ്രഗ് മേക്ക് ചെയ്യുന്നതാണ് സിനിമയുടെ കഥ. അപ്പോൾ അങ്ങനത്തെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്ന, ബ്രേക്കിംഗ് ബാഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ വന്ന് കണ്ടാൽ, പുതുമുഖങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഉള്ള പടം, അങ്ങനെയുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പടം ഏറേറ്റഡ് ആവാനുള്ള പ്രധാന കാരണം ബ്ലഡും വയലൻസും മാർക്കോയിലെ പോലത്തെ സീൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഞാൻ മാർക്കോയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, അതൊരു വലിയ പടമാണ്. പക്ഷെ അതുപോലെ ചെയിൻസോയിൽ കട്ട് ചെയ്യുന്നതും ബ്ലഡും വയലൻസും ഒക്കെ ഉള്ള പടം നിങ്ങൾ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ കണ്ടാണ്. അതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് റേറ്റഡ് ആവാനുള്ള കാരണം ഇതിനകത്തുള്ള ലാംഗ്വേജ് നല്ല ടോപ്പാണ്. അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള കിഡ്സ് പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ അവർക്കുള്ള ലാംഗ്വേജ് അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുക. ലാംഗ്വേജ് വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ നാച്ചുറലി നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഫൗൾ ലാംഗ്വേജ്. പിന്നെ വയലൻസ് കൂടെ വന്നപ്പോൾ സെൻസർ ബോഡി എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നമ്മളെ സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്തത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ തന്നെ തിയേറ്ററിൽ കാണുന്ന അനുഭവം വളരെ, പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് സിനിമയ്ക്ക്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ അതെ അതെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് സിനിമയാണ്. നമ്മൾ 2022 സ്റ്റുഡിയോ സിനിമയാണിത്. ഡ്രഗ് ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഡ്രഗ് ഉപയോഗിക്കുന്നവർക്കും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അതിൻ്റെതായ വയലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലൊരു നല്ല പാക്കേജ് സിനിമയായിരിക്കും. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാം പുതുമുഖങ്ങളാണ്, പുതിയ ഡയറക്ടറാണ്, പുതിയ പ്രൊഡക്ഷനാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഫാമിലിക്ക് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാം.